വലിയ വീഡിയോ. നാളെ എൻ്റെ അലിമോൻ്റെ ബർത്ത്ഡേ കേട്ടോ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അമ്മയായ ഒരു ദിവസമാണ്. അപ്പം അവന് 7 വയസ്സായി. അപ്പോൾ ഓനോട് പറഞ്ഞത് എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞെന്ന് കേട്ടോ. പക്ഷേ ഓനുള്ള കുറച്ച് സർപ്രൈസ് ചെയ്യാനുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പം അവന് കുറച്ച് സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. അപ്പോൾ പോയിട്ട് അവിടെ എത്തിയിട്ട് എടുക്കാൻ പറ്റുന്ന വീഡിയോ ഒക്കെ എടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. അല്ലിമോന് ഗിഫ്റ്റ് വാങ്ങുന്നതിനൊക്കെ പോകുന്നതിൻ്റെ മുമ്പ് രാവിലെ തന്നെ ഓന് സ്കൂളിലൊക്കെ പറഞ്ഞതിന് ശേഷം ഓന് കുറച്ച് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു പൈസ ഒരു കുറ്റിയിലിട്ട് വെക്കും കേട്ടോ. ഇത് പറഞ്ഞത് കാശ്മീരിൽ പോകാൻ വേണ്ടിയിട്ട് എന്നൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആയപ്പോൾ ഞങ്ങൾക്കൊരു സൈക്കിൾ വാങ്ങിക്കൊടുത്താലോ എന്നുള്ളൊരു പ്ലാനിങ്ങിൽ അത് പൊട്ടിച്ചതിലുള്ള പൈസ ഒക്കെ ഒന്ന് എണ്ണി നോക്കാം കേട്ടോ. അങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് സൈക്കിളിൻ്റെ പകുതി പൈസ അതിലായിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ഇനിയും ഇതേപോലെ തന്നെ പൈസ സ്വരൂപിച്ച് വെക്കാൻ തുടങ്ങണം. അങ്ങനെ അതൊക്കെ എണ്ണി ഉപ്പയും ഞങ്ങളെല്ലാവരും കൂടി എണ്ണി തിട്ടപ്പെടുത്തി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൈക്കിളിൻ്റെ പുറമെ എൻ്റെ ഭാഗം കുറച്ച് ഗിഫ്റ്റും ഒക്കെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോവാട്ടോ. അങ്ങാടി പോവാണ്. അങ്ങനെ അങ്ങാടി പോയിട്ട് അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ഇറങ്ങുക. അങ്ങനെ കുറച്ച് പ്രിൻ്റ് എടുക്കണ്ടേ. ഇങ്ങനെ പ്രിൻ്റ് എടുക്കുന്ന സ്ഥലത്തേക്ക് പോയപ്പോഴാണ് ഞങ്ങൾ സ്വന്തം കൊടുവള്ളിപ്പുഴ, പൂനൂർ പുഴ എന്നറിയപ്പെടുന്ന പുഴയിൽ നല്ല വെള്ളമുണ്ട് കേട്ടോ. അങ്ങനെ അത് കുറച്ചൊരു നോക്കി നിന്നതാ. പ്രിൻ്റ് എടുക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് പ്രിൻ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാട്ടോ. ചെറിയൊരു വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാൻ ചേച്ചി ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊന്ന് പോയിട്ട് ഒന്ന് കാണിക്കാൻ, എനിക്ക് ഗ്യാസിൻ്റെതാണോ എന്താണെന്ന് മനസ്സിലാകുന്നില്ല, നല്ല വേദന ഉണ്ടെങ്കിൽ. അങ്ങനെ അവിടെ പോയി കാണിച്ച് കുറേ നീണ്ട വരി നിന്നതിന് ശേഷം ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞതാ മരുന്ന് വാങ്ങാനുള്ള വെയിറ്റിങ്ങിലാട്ടോ. മരുന്ന് വാങ്ങാനും അതേപോലെ കുറേ വെയിറ്റ് ചെയ്ത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അലിമോന് സർപ്രൈസ് കൊടുക്കുന്ന ഒരു ക്ലിപ്പാട്ടോ. ഇപ്പോൾ ഒന്നും അവനോട് പറഞ്ഞില്ല. അവൻ്റെ ബർത്ത്ഡേ അല്ല, റിയാൻ്റെ ബർത്ത്ഡേ ആണെന്നാട്ടോ പറഞ്ഞത്. അങ്ങനെ റയ്യാന് സൈക്കിൾ വാങ്ങാണ്, ഓനല്ലാന്നും പറഞ്ഞ് എന്നിട്ട് ഓനും കൂട്ടിപ്പോയിട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾ കാണാൻ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ കേട്ടോ. ഓനാകെ സർപ്രൈസ് ആയിട്ട്. ബാക്കി വീഡിയോസൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വിടുന്നുണ്ട്. ഇപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിട്ടോ. कंपनी अडून कंपनी अडून द्या പുതിയാണ് അങ്ങോട്ട് പുതിയാണ് അവിടെ കണ്ടി തോന്നുന്നു അവിടെ തുറക്കുന്ന വണ്ടിയാ അവിടെ ഓഫ് കാണും. അത് കടന്നു തോന്നി കടന്നു സോഫാക്സ് എൻ്റെ കാടൊക്കെ നല്ല കാടാണ്. എൻ്റെ സമയമൊക്കെ അല്ലേ ഇപ്പോൾ പറഞ്ഞു തീർവണ്ടിയില്ല. തീർവണ്ടിൻ്റെ സമയമല്ലോ ഒക്കെ അനക്കും വാങ്ങാൻ പറ്റിയ പൈസ ഉണ്ട്. എൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങി തരുമല്ലേ? നീ ഓർമ്മിച്ചൊക്കെ ആയിട്ടല്ലേ വാങ്ങാം. അങ്ങനെ ഇട്ടാന്നില്ല ഇതുപോലെ എനിക്കാന്നാല് എൻ്റെ അപ്പൊക്കെ വാങ്ങി കൊണ്ടുവരാലോ. നീ എത്തുക നോക്കിയോ കളി. അതൊക്കെ പഴയ ആൾക്കാരാണ്. ചളിയൊന്നും തെറിക്കൂലേ? റയാൻ ഓട്ടി കുറച്ചുകൂടി കഴിഞ്ഞ് നമുക്ക് തരും കേട്ടോ. ടയറാണോ വരെ ഓട്ടിയില്ല. ആ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാലോ. അല്ലാണ്ട് ആ ടയർ വെച്ചാൽ പിന്നെ അയിമ തന്നെ അടുത്ത പ്രാവശ്യം നോക്കിയാൽ റയാന് ഓട്ടിയിട്ട് എനിക്ക്
റയാൻ ഓട്ടി പൂതി ഇട്ടിട്ട് കേട്ടോ. ഒരു വർഷം ഞാൻ ഓട്ടിക്കും. അങ്ങനെ സൈക്കിളൊക്കെ വാങ്ങി ഓനും ഉപ്പയും വീട്ടിലേക്ക് പോയ സമയത്ത് ഞാനും അനുമോളും കൂടി ഓന് സ്കൂളിലേക്കുള്ള സ്റ്റോറി ബുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റോറി ബുക്കൊക്കെ വാങ്ങി, പിന്നെ കുറച്ച് വേറെ ഐറ്റംസൊക്കെ വാങ്ങാണ്ടെങ്കിൽ കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടി വാങ്ങി വീട്ടിലേക്ക് പോയി. അപ്പോൾ അടുത്ത ബാക്കി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.